എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ. എന്റെ ഉള്ള മസിലുകളൊക്കെ ഒന്ന് പിടപ്പിച്ചേക്കണേ. എന്താണത്? എന്ത് എന്റെ മോനെ ചിരിപ്പിച്ച് കൊല്ലണം ടീംസ്. ഹാപ്പി ഓണം. അപ്പൊ കുറച്ച് ഓണപ്പരിപാടികളൊക്കെ കാണാം. നല്ല രസാ ഓണപ്പരിപാടികള്. നല്ല പ്രാവശ്യം പിള്ളേര് പൊളിച്ചടിക്കുന്നു കേട്ടോ, ഒന്നും പറയാല്ല, പൊളിച്ചടിക്കും. വൈബ് ഇൻസ്റ്റാ മോലേരെ ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നിനും ഒഴിവില്ല. ഞങ്ങൾക്ക് ഓണത്തിന് പെണ്ണുങ്ങൾ ഡാൻസ് ആടുന്നുണ്ടോ പൂക്കളുണ്ടോ ഇതൊക്കെ നോക്കി നടക്കാൻ. അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ എന്ത് കമന്റ് ഇടാനും ഞങ്ങൾ തയ്യാറാണ്. ഒരു കാലത്ത് മൊബൈൽ ഫോൺ പിശാചിന്റെ വഴിയാണെന്ന് പറഞ്ഞ ടീംസ് ആണ്. ഇപ്പൊ ഫുൾ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാനാ പറയുന്നത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ചില ഉസ്താദ്മാരൊക്കെ വീഡിയോ ഇടുമ്പോൾ കാണാം അതിൻ്റെ അടിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ. ഇത് ഹറാമല്ലേ? ഇവർക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല തോന്നുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും. നോക്കിയിട്ട് ചെയ്യട്ടെ. കമന്റ് ഇങ്ങോട്ട് വായിക്കുമ്പോണ്ടല്ലോ വാട്ടെവർ. വളരെ സിമ്പിൾ ആണ്. നിനക്കിത് സിമ്പിൾ, നമുക്കിത് മതിലാടാ. ഇത് നമുക്കിന്ന് ഞാൻ കളിക്കാൻ ബുള്ളറ്റ് ഇറങ്ങി പോടാണ്. ഒരു സൗണ്ടും മര്യാദക്കാൻ പറഞ്ഞത് ചെയ്യുന്ന പറഞ്ഞ ചെയ്യത്തുള്ളൂ. നിങ്ങൾ ചെയ്യരുന്ന് പറഞ്ഞാൽ ചെയ്യരുത്. ചെയ്തിട്ടില്ലല്ലോ. നാളെ ചെയ്യാം. നിങ്ങൾക്ക് തോന്നി ഞാൻ പറഞ്ഞേ. ചെയ്യരുത്. മാവേലി വിചാരിക്കണ്ടാവും ഇതിനും നല്ല പാതാളായിരുന്നു. അച്ഛൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. പിള്ളേരെല്ലാം അടിച്ചു പൊളിച്ചോട്ടെ, ഓണൊക്കെ അല്ലേ അല്ലേ, ഒന്ന് ആഘോഷിച്ചിട്ട് എന്താ പ്രശ്നം? നോക്കിരിച്ചേ. തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. പുതിയതായി മൃഗശാലയിൽ എത്തിച്ച ഹനുമാൻ കുരങ്ങാണ് ചാടിപ്പോയത്. അക്രമ സ്വഭാവമുള്ളതിനാൽ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഹനുമാൻ കുരങ്ങ് ചാടിപ്പോയി. ഇടുക്കി തൊടുപുഴയിൽ ഓണാഘോഷത്തിനിടെ വിദ്യാർത്ഥികളുടെ സാഹസിക യാത്ര. കാർ വിൻഡോയിൽ കയറി അപകടയാത്ര നടത്തി വിദ്യാർത്ഥികൾ. ഹെൽമറ്റില്ലാതെയും നിയമം ലംഘിച്ച് ബൈക്ക് യാത്ര നടത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്ത്. ഇതൊന്നുമില്ല, ഇവരെല്ലാരും കൂടി ഒരു സ്ഥലത്ത് സ്പോട്ടിൽ ഒരുമിച്ച് നിൽക്കും. ഇത് ഈ വളവ് കഴിഞ്ഞ അവരെ കോളേജ് ആയിരിക്കും. അത് ഒരു ആഘോഷ പരിപാടിയായിട്ട് അങ്ങ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇലക്ഷനൊക്കെ എന്തൊക്കെ നിയമം ലംഘിച്ചിട്ട് എന്തൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇലക്ഷൻ പരിപാടിക്ക്. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏതെല്ലാം പാർട്ടികൾ എന്തൊക്കെ തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾ നടത്തുന്നുണ്ട്. അതൊക്കെ അപകടകരമായിട്ട് അതിനെതിരെ ഒരു മീഡിയയും പറയില്ല കേട്ടോ. അത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി എന്തെങ്കിലും വലിയ വണ്ടിയിലൊക്കെ അതൊക്കെ അപകടകരമായിട്ടുള്ള രാത്രിയിൽ പെടുന്ന സാധനങ്ങളായിരിക്കും. പക്ഷെ അതും നടു റോട്ടിൽ കൂടെ ഒക്കെ വണ്ടിയിലിട്ടിട്ട് എത്രയും ആൾക്കാരെ കുത്തി നിറച്ചിട്ടാണ് പോകുന്നത്. അതിനൊന്നും പ്രശ്നമില്ല. എല്ലാവരും ആഘോഷിക്കുമ്പോൾ കുത്തിക്കഴപ്പ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വലിച്ചഴക്കാനുള്ള സാധനങ്ങൾ ഇട്ടിട്ട് മാധ്യമധർമ്മം ഉണ്ടമ്പുരി. ഒരു താത്ത വന്ന് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കരുന്നുള്ള ഒരു ബോംബിട്ടു. ആരുടെ മുന്നിലിട്ടത്? നമ്മളെ കേരളത്തിലെ പെൺകുട്ടികളെടുത്ത്. ഓരതങ്ങോട്ട് എടുത്ത് തിരിച്ച് താത്താന്റെ അണ്ണാക്കിൽ തന്നെ അങ്ങോട്ട് ഇട്ട്. ജാതി മതം നോക്കാണ്ട് ആഘോഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഒരുമിച്ച് ഷെയർ ചെയ്ത് പങ്കുചേർന്ന് ഒരുമിച്ച് ഒത്തുചേർന്ന് പങ്കുവെക്കാൻ പറ്റുന്ന
വേർതിരിവില്ലാതെ പങ്കുവെക്കാൻ പറ്റുന്ന നല്ലൊരു ജനറേഷൻ വളർന്നു വരുന്നുണ്ട്. അത് നല്ലതല്ലടാ, നമ്മുടെ സമൂഹത്തിന് നല്ലതല്ലേ. എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? അപ്പോഴേക്കും കുരു പൊട്ടിയിട്ട് ചൊറിച്ചില് നോക്കി. എന്താ മോനെ ഫ്രെയിം ആനപ്പുറത്ത് കയറിയിട്ട് വട്ടം വലിക്കാൻ പോണേ ചെക്കൻ. സീനാവട്ടോ. കോൺഫിഡൻസ് ലെവലാണ്. ഫസ്റ്റ് ഇറങ്ങി ഓടിച്ചു. ഗൊറില്ല ഓണത്തിന് ഗൊറില്ലയുമായി ഏറ്റുമുട്ടി കോളേജ്. ഓ ഓ ചെക്കന്മാര് വൈബാ കേട്ടോ.